നൗഷാദ് റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ റമദാൻ സ്പെഷ്യൽ ചെറുപഴം കൊണ്ട് നല്ലൊരു ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ജ്യൂസ് ചെറുപഴം കൊണ്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഒരു ജാർ വെച്ച് കൊടുക്കാം. ഒരു 3 ചെറുപഴം എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, കുരു കളഞ്ഞത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, കാഷ്നട്ട്, അത് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ശരീരത്തിന് നല്ലതുമാണ്, പിന്നെ ഇതിന് നല്ലൊരു വൈറ്റ് കളർ കിട്ടാനും വേണ്ടിയിട്ടാട്ടോ. ഒരു 3 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഒരു 6 പുതിനയില എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ. ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് വേറെ തന്നെയാണ് ഇത് കൂട്ടി ജ്യൂസ് അടിക്കുമ്പോൾ. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പഞ്ചസാര ചേർക്കണില്ല കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ പഞ്ചസാര ഒഴിവാക്കുകയാണ് ശരീരത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഞ്ചസാരം ചേർക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അരയണം കേട്ടോ, ഇതേപോലെ നന്നായിട്ട് അരയണം. അപ്പോൾ പഞ്ചസാര വേണമെന്ന് നിർബന്ധമുള്ളവർ എന്തായാലും ഇതിന് ആവശ്യമായ പഞ്ചസാര ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 300 മില്ലി പാല് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതാണ് കേട്ടോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം, ഏകദേശം ഒരു 250 മില്ലി വെള്ളം ഉണ്ടാവും, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ. പഴത്തിൻ്റെയും ഈത്തപ്പഴത്തിൻ്റെയൊക്കെ മധുരം അത്യാവശ്യത്തിന് ഉണ്ടാവും. ഇനി പഞ്ചസാര നിർബന്ധമുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഇനി ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കണക്കിന് ഏകദേശം ഒരു 4 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ഒരു 1/2 കിലോ പഴം, അതേപോലെ 1 ലിറ്റർ പാലുണ്ടെങ്കിൽ ഒരു 10-12 പേർക്ക് നമുക്കിത് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപഴം കൊണ്ട് നല്ല ജ്യൂസ് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചെറുപഴം കൊണ്ടുള്ള ജ്യൂസ് പഞ്ചസാര ഒന്നും ചേർക്കാതെ എങ്ങനെ ഉണ്ടാക്കുക നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം വൈകാതെ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റിന് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ജ്യൂസാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.